ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുക്കിംഗ് ഒന്നുമല്ല, ഇന്ന് നല്ലൊരു അടിപൊളിയൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കണമെന്നാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അത് ഫ്ലവേഴ്സിൽ നന്നായിട്ട് ചെറുതായിട്ട് വിരിയണ ഫ്ലവേഴ്സ് പോലും നല്ല വലുതായിട്ടത് വിരിഞ്ഞ് നിൽക്കും. അതിൽ 10 മണിപ്പൂകളൊക്കെ ചെറുതായിരുന്നു. ഈ റോസെല്ലാം വളരെ ചെറുതായിരുന്നു. പക്ഷെ ഞാൻ ഈ വളം ഞാൻ ഉണ്ടാക്കിയിട്ടേ പിന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ടത് ഇരുന്ന്. അത് നിങ്ങൾക്ക് കണ്ടുമ്പോൾ തന്നെ മനസ്സിലാവും. 10 മണിപ്പൂടെ വലിപ്പവും ഈ വളമിട്ട ശേഷമുള്ള വലിപ്പവും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനായിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് പറയുമ്പോൾ, ഞാൻ ഉള്ളിയുടെ തോടെല്ലാം ഉണക്കാനിട്ടു. അതായത് ഉള്ളി, സവോള, വെളുത്തുള്ളി അതിൻ്റെ എല്ലാം തോട്, പിന്നെ ചായ കാച്ചി കഴിഞ്ഞ് ബാക്കി ഉണ്ടാവില്ലേ ചായപ്പൊടി, അതിൻ്റെ ഇതും ഉണക്കാനായിട്ട് വെച്ചു. എല്ലാ ദിവസവും കിട്ടണത് ഇങ്ങനെ അതിനകത്ത് ഇട്ടിട്ട് ഉണക്കാൻ വെച്ചു. കാരണം വെയിലത്ത് തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഈച്ചകളൊക്കെ വന്ന് ഭയങ്കര സ്മെല്ലൊക്കെ വരും. നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. വേപ്പിലയുടെ തണ്ടും ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇത് എത്ര നാൾ എടുത്തു വെച്ചാൽ ഒരു കേടും സംഭവിക്കില്ല, സ്മെല്ലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിയ ശേഷം വേണത് പൗഡറാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇതിന് ശേഷം മുട്ടത്തൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക. മുട്ടത്തൊണ്ട് പൊടിക്കുമ്പോൾ നല്ലൊരു ഫലമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുണ്ട് കാര്യം. അത് ഞാൻ പറയാം. ഇത് ചായപ്പൊടി ഉണങ്ങിയതാണ്, അതിൻ്റെ കൂടെ കുറച്ച് മുട്ടത്തൊണ്ടും കിടപ്പുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം ഒന്ന് പൊടിഞ്ഞിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത് പൊങ്ങി തന്നെ ഇരിക്കും മുകളിലേക്ക്, പിന്നെ താഴ്ന്നതിന് മുക്കോളും. നല്ല രീതിയിലത് പൗഡറാക്കി കിട്ടും. നമുക്കൊരു പൈസ കൊടുക്കണ്ട. നല്ല രീതിയിൽ ഫ്ലവേഴ്സെല്ലാം നല്ല വലുതായി തന്നെ ഇരിക്കും. നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ പൊടിച്ചാൽ മതി. നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്ന വളത്തേക്കാൾ വളരെ വളരെ ഗുണമുള്ളതാണത്. ഈ ചായപ്പൊടി ഒന്ന് പൊടിച്ചെടുക്കാം. അതും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചു. രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഇനി അടുത്തത് ഈ മുട്ടത്തോടാണ്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ മുട്ടത്തോട് പൊടിച്ചുള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് പൊടിഞ്ഞു വരുമ്പോൾ മിക്സിയുടെ ബ്ലേഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ബ്ലേഡ് നല്ല മൂർച്ച വരും. ഈ ബ്ലേഡ് പൊടിക്കുമ്പോൾ ഈ ബ്ലേഡ് നല്ല മൂർച്ച കിട്ടും മുട്ടത്തോട് പൊടിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വളത്തിനും ആകും, മിക്സിയുടെ ബ്ലേഡിന് മൂർച്ചയും കിട്ടും. നല്ല ഫൈൻ പൗഡറായിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, മിക്സിയുടെ ജാർ കണ്ടില്ലേ, അതുപോലെ ബ്ലേഡിടെ നല്ല ഷാർപ്പായിട്ടുണ്ട്. ഇതൊരു ജാറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവരില്ല, കാരണം എല്ലാം ഉണങ്ങിയതാണ്. കാരണം ഒന്നിലും വെള്ളമായിട്ടോ ഒന്നുമില്ല, നന്നായിട്ട് ഡ്രൈ ആയതാണ്. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. ഇത് വീക്ക്ലി നമ്മൾ കുറച്ച് എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഇട്ടിട്ട് പരീക്ഷിച്ച് കഴിഞ്ഞ ശേഷമാണ് സെക്കൻഡ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. അത് ഞാൻ ഇട്ടിട്ടാണ് ആ ഫ്ലവേഴ്സ് എല്ലാം അങ്ങനെ ആയത്. ഇത് ചാണകം ഉണക്കിയതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ പൊടിക്കാം, എന്തെങ്കിലും വെച്ച് കുത്തി പൊട്ടിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ പൗഡർ ഇടുന്ന കൂട്ടത്തിൽ ഓരോ പീസുകൾ ചട്ടിയിലിട്ട് കൊടുക്കുകയും ചെയ്യണത്. അപ്പോൾ കുറച്ച് ചെടികൾ ഞാൻ പുതുതായിട്ട് നട്ടതുണ്ട്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഈ വളം ഇട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെല്ലാം കുറച്ച് എല്ലാത്തിലും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വീക്കിലി വൺസ് അങ്ങനെ ചെയ്താൽ മതി. കാരണം ഈ റോസിൻ്റെ ബഡെല്ലാം വളരെ ചെറുതായിരുന്നു. ഇത് വളരെ ചെറുതായൊരു ബഡ്സാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഈ ഫെർട്ടിലൈസർ ഉപയോഗിച്ച് പിന്നെ ബഡ്സ് എല്ലാം നല്ല വലുതാകാൻ തുടങ്ങി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.